ഓരോ കാടും ഓരോ വർഷം കഴിയുന്തോറും വലുതാകുകയും അതിനുള്ളിലെ ജീവജാലങ്ങൾ പെരുകുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. മനുഷ്യൻ കയറി വെട്ടിയില്ലെങ്കിൽ അവിടെയാണ് ഈ ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. അതായത് ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രം സകല സൂര്യന്മാരും സകല ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഇപ്പോൾ ഭൂമിയും ഭൂമിയിലെ സകല സസ്യജാലങ്ങളും ജീവജാലങ്ങളും മനുഷ്യരും എല്ലാവരുമായി സഹകരിച്ചെങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഇക്കോളജി. എൻ്റെ പേര് KV ദയാൽ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മുഹമ്മദ് പഞ്ചായത്തിലാണ് താമസം. അങ്ങനെ ഒരു 38 വർഷമായി പരിസ്ഥിതി സംരക്ഷണം, ജൈവ കൃഷി, ബദൽ വിദ്യാഭ്യാസം, ജനകീയ ആരോഗ്യം എന്നീ മേഖലകളിൽ വർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരാളാണ്. കാട് സെൽഫ് സസ്റ്റൈനബിളാണ്. കാട്ടിലേക്ക് പോകുന്നത് കാട് കാണാനല്ല, കാടിൻ്റെ നിയമം പഠിക്കാനാണ്. കാരണം കാടിൻ്റെ നിയമം എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതിയുടെ നിയമം എന്ന് പറഞ്ഞാൽ അതൊരു ഈശ്വരൻ്റെ നിയമമായിട്ട് വേണം കണക്കാക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ വേണമെന്നുണ്ടെങ്കിൽ കാടിനെ മാതൃകയാക്കണം. ആ കാടിൻ്റെ നിയമങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. കാട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് വേണ്ട വിളകൾ മാത്രമല്ല, ഇതെങ്ങനെ വിളകളും കാടും തമ്മിൽ സഹകരിച്ച് നിലനിൽക്കാമെന്നുള്ളതായിരുന്നു പിന്നത്തെ ആലോചന. 1 ഏക്കർ കൃഷിയിടമുണ്ടെങ്കിൽ അതിൽ ഒരു ഏകദേശം ഒരു 10% ഒരു നാച്ചുറൽ ഇക്കോസിസ്റ്റം, അതായത് അവിടെ സ്വാഭാവികമായി ആ പ്രദേശത്ത് വളരുന്ന സകല സസ്യജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും ചേക്കേറാനും കൂടുകൂട്ടാനും ഇണയെ കൂട്ടുവാനും ഒരു ഇടം നമ്മൾ കൃഷിയിടത്തിൽ മാറ്റിവെച്ച് കൊടുക്കേണ്ടതുണ്ട്. ഒരു നാച്ചുറൽ ഇക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഒരു പുല്ല് പോലും ഇല്ലാതിരുന്ന സ്ഥലമാണെന്ന് ആലോചിച്ചത്. അതിന് ചുറ്റും 90% ഒരു കൾട്ടിവേറ്റഡ് ഇക്കോ സിസ്റ്റം ഉണ്ടാക്കുക, വിളകൾ കൊണ്ടുള്ള ഒരു കാട്. ഇത് രണ്ടും കൂടി ആയി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം വിളയുന്ന ഒരു കാട് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് കാലാവസ്ഥ തിരിച്ചു പിടിക്കാം, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, വിൻഡ് ബ്രേക്കിംഗ് ഉണ്ട്, വാട്ടർ ഹാർവെസ്റ്റിംഗ് വരും, ഒരു മൈക്രോ ക്ലൈമറ്റ് നമുക്ക് റെഗുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതെടുക്കാൻ വന്നല്ലേ എൻവയോൺമെൻ്റൽ MSc കുട്ടിയാണ്. അത് ഈ മരത്തിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഈ മരത്തിൻ്റെ വണ്ണം, പൊക്കം, എത്ര ക്വാണ്ടിറ്റി കാർബൺ റീസ്റ്റോർ ചെയ്തു എന്നൊക്കെ ഉള്ളൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ട്. ഞാൻ ഇവിടുത്തെ കാര്യമാണ്, ആലപ്പുഴയാണ് എൻ്റെ വീട്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റിലുള്ള മരങ്ങൾ എന്തോരം കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു, അതൊക്കെയാണ് ഞാൻ കണ്ടുപിടിക്കുന്ന ഇത് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ പോയ ക്ലൈമറ്റ് എന്തോരം നമുക്ക് തിരിച്ചു പിടിക്കാം, അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസൊക്കെയാണ് നടത്തുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ അത്രയും നാളിതുവരെ മനുഷ്യൻ ചെയ്തു കൂട്ടിയ പ്രകൃതി വിരുദ്ധ നടപടികളുടെ ആകത്തുകയാണ്. അപ്പം നമ്മൾ കൃഷിയിൽ ഒരു പുതുയുഗ കൃഷി എന്നുള്ളൊരു കൺസെപ്റ്റാണ് എടുക്കുക. അത് മനുഷ്യൻ ആനന്ദത്തോടെ ജീവിക്കുന്ന ഒരു പുതുയുഗം. നിലവിലെ കൃഷിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ മാത്രം കൊണ്ട് കൃഷിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. മനുഷ്യ ശരീരത്തിന് പ്രധാനമായും വേണ്ടത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീനാണ്. പക്ഷേ നമ്മൾ ഇന്ന് പിന്തുടരുന്ന അരിയും ഗോതമ്പും കിഴങ്ങുകളും എന്തുകൊണ്ട് നമ്മളിത് തിരഞ്ഞെടുത്തു? എപ്പോൾ തിരഞ്ഞെടുത്തു? കാട്ടിൽ നിന്നും ഇറങ്ങിയ കാട്ടുമനുഷ്യൻ തിരഞ്ഞെടുത്ത പുല്ലാണത്. ഇത് നിത്യഭക്ഷണമാകാൻ കാരണം സൂക്ഷിച്ച് വെക്കാൻ പറ്റിയെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ പറ്റി പഠിച്ചിട്ടോ ദഹന രസങ്ങളെപ്പറ്റി പഠിച്ചിട്ടോ
ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പറ്റി പഠിച്ചിട്ടോ തിരഞ്ഞെടുത്തതല്ല. അന്ന് നമുക്കതിന് പറ്റിയ ഒരു സാഹചര്യമില്ല, എക്യുപ്മെൻ്റ് ഇല്ല, അറിവില്ലാത്ത സമയത്ത് തിരഞ്ഞെടുത്തതാണ്. ഇന്നതല്ലല്ലോ. ഇന്ന് നമുക്ക് എല്ലാവിധ നോളജും നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നേരായ പാതയിൽ മനുഷ്യനെ കൊണ്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നേരായ ഒരു കൃഷിയിലേക്ക് വേണം. ആ കൃഷിയിൽ വിള ഏതെന്ന് കൂടി നമ്മൾ തീരുമാനിക്കണം. അമേരിക്കയിൽ നിന്നുള്ള ഒരു സ്റ്റഡി തന്നെ, ഒരു 40 വർഷം നടന്ന സ്റ്റഡി കിട്ടുന്നുണ്ട്. സീ എനർജി എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ അതിൻ്റെ ഉണ്ട്. അതായത് കടൽ വെള്ളത്തിൽ ഈ ഭൂമിയിലെ സകല ട്രേസ് എലമെൻറ്റും കോടാനുകോടി വർഷം കൊണ്ട് മണ്ണിലുണ്ടായതെല്ലാം മഴ പെയ്ത് ഒഴുകി കടലിലെത്തി ഒരു നിശ്ചിത റേഷ്യോയിൽ കിടപ്പുണ്ട് കടൽ വെള്ളത്തിൽ. 1 ലിറ്റർ കടൽ വെള്ളത്തെ 30 ലിറ്റർ നല്ല വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ ഈ ട്രേസ് എലമെൻറ്റ് മുഴുവൻ കൊടുക്കാം. ട്രേസ് എലമെൻറ്റ് മാത്രമല്ല, സോഡിയവും കൂടി കൊടുക്കാം. ഇപ്പോൾ കർഷകരെ സംബന്ധിച്ച് എല്ലാവരും മണ്ണിലെ pH ലെവൽ ചെയ്യാൻ വേണ്ടി കുമ്മായമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് പകരം ദയാൽ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പച്ചക്കക്ക പൊടിച്ച് മണ്ണിലെ pH കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്തുന്ന രീതിയിൽ ഒരു പരീക്ഷണം നടത്തിയിരിക്കുന്നു. കൃഷി ചെയ്യുമ്പോൾ സോയിൽ ഇക്കോളജി തകരരുത്. പക്ഷേ കുമ്മായ ഇടുമ്പോൾ എന്താ സംഭവിക്കുക? എല്ലാ സൂക്ഷ്മജീവികളും ചാകും, മണ്ണര പോലും ചത്തുപോകും. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കുമ്മായം ഉണ്ടാക്കുന്ന ഇത്തിൽ തന്നെ എടുത്ത് മെഷീനിൽ കുമ്മായം പോലെ പൊടിച്ചു. എന്നിട്ട് മണ്ണിലേക്ക് ഇട്ട് കൊടുത്തു. മണ്ണിൽ ഒരു ജീവിയും ചാകുന്നില്ല എന്ന് മാത്രമല്ല, മണ്ണിൻ്റെ pH കറക്റ്റ് ആകുന്നുമുണ്ട്. കുമ്മായവും ഈ കക്ക പൊടിച്ചത് ഒന്നല്ലേ, രണ്ടും ഒന്ന് തന്നെയല്ലേ സാധനം. പക്ഷേ നമ്മൾ കെമിക്കൽ അനലൈസ് ചെയ്താൽ കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡാണ്, ഇത് കാൽസ്യം കാർബണേറ്റാണ്. ഇതിനകത്തുള്ളത് ലിവിങ് കാർബണാണ്, ജീവനുള്ള കാർബണാണ്. ജൈവ കൃഷിയുടെ പ്രചാരകൻ എന്ന രൂപത്തിൽ ആണ് ദയാൽ സാറിനെ അറിയപ്പെടുന്നത്. അത് പ്രാക്ടിക്കൽ തലത്തിൽ എങ്ങനെയൊക്കെ വിജയിപ്പിക്കാമെന്നും കർഷകർക്ക് എങ്ങനെ വില കൂടുതൽ കിട്ടാമെന്നുള്ളതിൻ്റെയൊക്കെ ഒരു പരീക്ഷണശാലയാണ് ദയാൽ സാർ. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് 1 ഏക്കർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര സെൻറ്റാണെങ്കിലും ശരി, സ്ഥിര വരുമാനത്തിന് ഉതകുന്ന ഒരു 5 വിളകൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. അതിൻ്റെ പ്രധാന വിള ഏതാണെന്ന് കർഷകന് തീരുമാനിക്കുക. തെങ്ങാണ് അവൻ എടുക്കണമെങ്കിൽ തെങ്ങ്. അങ്ങനെ ഫസ്റ്റ് തെങ്ങ്, സെക്കൻഡറി, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഒരു വിളയ്ക്ക് വില കിട്ടിയില്ലെങ്കിൽ വേറൊരു വിളയിൽ നിന്ന് വില കിട്ടും. കോട്ടേജ് ഇൻഡസ്ട്രിക്ക് ഉതകുന്ന റോ മെറ്റീരിയൽ ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു വിളയും കൂടി ഉണ്ടെങ്കിൽ, എന്നെങ്കിൽ ഒരു മുള, അല്ലെങ്കിൽ ഒരു ഈറ്റ, അല്ലെങ്കിൽ ചൂരൽ, അവൻ അത് വിറ്റും കുറച്ച കാശ് വന്നിട്ടിരിക്കും. ബാക്കിയുള്ളത് ഹ്രസ്വകാല വിളകൾ ഇതിൻ്റെ ഇടയിൽ സാധിച്ചു കൊള്ളണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാളും അക്സെപ്റ്റൻസ് വരിക ഒരു യൂണിവേഴ്സിറ്റി പറയുന്നതാണ്. യൂണിവേഴ്സിറ്റി പറയുമ്പോൾ ജനങ്ങൾ സ്വീകരിക്കുന്നത് വേറൊരു തലത്തിലാണ്. സ്കൂളിൽ പോയിട്ടില്ലാത്ത കർഷകൻ പോലും ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് വന്നിരുന്ന് പഠിച്ച് അവനൊരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റും കൂടി കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു മെൻ്റൽ അപ്ലിഫ്റ്റ്മെൻ്റ് ഇല്ലേ കർഷകർക്ക്. അങ്ങനെയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണത് 2011. ജൈവ കൃഷിയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സും ആർട്ട് ഓഫ് ഹാപ്പിനെസ്സും ഞാൻ ചെയ്തു. ഇപ്പോൾ ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തതിന് ശേഷമാണ് ഈ കരിമ്പ് കൃഷിയിലേക്ക് ഞാൻ എത്തപ്പെട്ടത്. അപ്പോൾ ഈ ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് സാറ് പറയാറുണ്ട്, എല്ലാവരും അവനവനാൽ കഴിയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സമൂഹത്തിന് നല്ല ഭക്ഷണം കൊടുക്കാനായിട്ടെന്നുള്ള. ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് 2020 ഞാനൊരു കട തുടങ്ങിയിട്ടുണ്ട്. സാറ് പറയുന്ന എല്ലാ സംഗതികളും ഞാനവിടെ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരുടെയും ബുദ്ധി ഒന്നാണ് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ബുദ്ധിയിൽ ഈ പ്രാപഞ്ചിക അറിവുകൾ മുഴുവനും ഇരിപ്പുമുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഈ അറിവുകൾ ഇറങ്ങി വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജൈവ കൃഷിയിടം എന്ന് പറയുന്നത് പ്രകൃതി നിയമം പഠിപ്പിക്കുന്ന പാഠശാലയാണ്. പ്രകൃതിയിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, ആ പാരസ്പര്യം എങ്ങനെയായിരിക്കണം, സസ്യജാലങ്ങൾ, ജീവജാലങ്ങൾ, മനുഷ്യരും തമ്മിലുള്ള പാരസ്പര്യം. ഇപ്പം ഓരോന്നോരോന്നായി വിൽപ്പന ചരക്കായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഭൂമി, ഇപ്പം ജലം വിൽപ്പന ചരക്കായി, നാളെ വായുവായി കഴിഞ്ഞു, നല്ല സൂര്യപ്രകാശം
നിങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമായിട്ട് തീരും. അപ്പം ഇത് മാറണം. ഇത് സാമൂഹ്യ നിയമത്തിൽ മാറ്റം വരുത്തണം. അതായത് നിലവിലുള്ള ചട്ടങ്ങളാണ് ഈ സാമൂഹ്യ നിയമങ്ങൾ. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? മാറ്റും അതുകളി നമ്മളെത്താൻ.